Welcome to section 5.2 of real analysis. ഈ സെക്ഷനിൽ നമ്മൾ പഠിക്കുന്നതെല്ലാം യൂണിഫോം കണ്ടിന്യൂറ്റി എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ യൂണിഫോം കണ്ടിന്യൂറ്റി എന്താണ് എന്നുള്ളതൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് അതിൻ്റെ ഡെഫിനിഷനിലേക്ക് എത്തുകയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് കണ്ടിന്യൂറ്റിയുടെ എപ്സിലൺ ഡെൽറ്റ ഡെഫിനിഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. A function f is said to be continuous at a point C in the domain of f if for any epsilon greater than 0, however small, there exists a delta greater than 0 such that whenever x and c are closer, that means whenever mod x minus c is less than delta, f of x and f of c are closer. So absolute value of f of x minus f of c is less than epsilon. If f is continuous at every point of its domain, we say that f is a continuous function, and we have seen that for a particular epsilon greater than 0, the value of delta may vary with respect to the point C. നമ്മൾ ഈ ഫിഗറിൽ അതാണ് കണ്ടിട്ടുള്ളത്. ഒന്ന് സൂം ചെയ്ത് ഒരിക്കൽ കൂടി കാണാം. ഒരിക്കലും നമ്മളത് കണ്ടിട്ടുള്ളതാണ്. സോ ഇവിടെ സപ്പോസ് ദിസ് ഇസ് സം പോയിൻറ്റ് this is some point say k1 and this is another point k2. അപ്പോൾ ഈ പർട്ടിക്കുലർ ഗ്രാഫിൽ k1ൻ്റെ എപ്സിലൺ നെയ്ബർഹുഡാണ് ഈ യെല്ലോ കളറിൽ നമ്മൾ എടുത്തിരിക്കുന്നത്. കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്ന ഡെൽറ്റ നെയ്ബർഹുഡ്, ഇവിടുത്തെ ഡെൽറ്റയെ ഡെൽറ്റ1 എന്ന് വിളിക്കുകയാണ്. സോ കറസ്പോണ്ടിങ് ആയിട്ട് കിട്ടിയിരിക്കുന്ന ഡെൽറ്റ1 നെയ്ബർഹുഡാണ് നമുക്കിവിടെ കാണുന്നത്. ഇതുപോലെ തന്നെ k2 എന്ന് പറയുന്ന പോയിൻ്റ് ഇവിടെ നമ്മൾ എടുത്തിരിക്കുകയാണ്. k2വിൻ്റെ എപ്സിലൺ നെയ്ബർഹുഡാണ് ഈ ഗ്രീൻ കളറിൽ നമ്മൾ എടുത്തിരിക്കുന്നത്. സോ k2 എന്നുള്ള പോയിന്റിൽ എപ്സിലൺ നെയ്ബർഹുഡിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് കിട്ടുന്ന ഡെൽറ്റ നെയ്ബർഹുഡാണ് ഇവിടെ നമ്മൾ ഈ കാണുന്നത്. കറസ്പോണ്ടിങ് ഡെൽറ്റയെ ഇവിടെ ഡെൽറ്റ2 എന്നാണ് വിളിക്കുന്നത്. സോ വി ക്യാൻ സീ ദാറ്റ് ദിസ് ഡെൽറ്റ2 ഇസ് മച്ച് സ്മോളർ ദാൻ ഡെൽറ്റ1. സോ ഇത് ഏത് ഫംഗ്ഷൻ്റെ ഗ്രാഫാണ് എന്ന് നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ടാവും എന്ന് കരുതുന്നു. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 1/x എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ ഗ്രാഫ് കുറച്ചും കൂടി സ്പെസിഫിക് ആയിട്ട് പറയുകയാണ് ഇവിടെ. ഞാനിവിടെ 1/2 എന്നുള്ള പോയിൻ്റ് എടുത്തു. 1/2വിൻ്റെ എപ്സിലൺ നെയ്ബർഹുഡാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്ന ഡെൽറ്റ നെയ്ബർഹുഡ് അത് ഇത്രത്തോളം വലുതാണ്. അതുപോലെ ദിസ് ഇസ് ഡെൽറ്റ നെയ്ബർഹുഡ് ഓഫ് 2, കാരണം 2വിൻ്റെ ഇമേജാണ് 1/2 എന്നുള്ളത്. സോ 1/2വിൻ്റെ എപ്സിലൺ നെയ്ബർഹുഡിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്ന 2വിൻ്റെ ഡെൽറ്റ നെയ്ബർഹുഡാണ് നമ്മളിവിടെ കാണുന്നത്. ഇനി അടുത്തതായിട്ട് 1/2 എടുത്തതിന് പകരം നമ്മളിവിടെ 2 എന്നുള്ള പോയിൻ്റാണ് y ആക്സിസിൽ എടുത്തിരിക്കുന്നത്. സോ 1/2വിൻ്റെ റെസിപ്രോക്കലാണ് 2 എന്ന് പറയുന്നത്. സോ 2വിൻ്റെ എപ്സിലൺ നെയ്ബർഹുഡിന് കറസ്പോണ്ടിങ് ആയിട്ട് 1/2 എന്ന് പറയുന്ന പോയിൻറ്റിൻ്റെ ഡെൽറ്റ നെയ്ബർഹുഡാണ് ഇവിടെ നമ്മൾ ഈ കാണുന്നത്. സോ നമുക്ക് കണ്ടാലറിയാം this delta neighborhood is much smaller than the delta neighborhood of 2 because രണ്ട് ഡെൽറ്റയും ഡിഫറെൻ്റ് ആണ് നമുക്കിവിടെ വന്നിരിക്കുന്നത്. സോ ഇതാണ് യൂണിഫോം കണ്ടിന്യൂറ്റിക്ക് നമ്മൾ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം. ദ വാല്യൂ ഓഫ് ഡെൽറ്റ ഡിപ്പെൻഡ്സ് ഓൺ എപ്സിലൺ. പക്ഷേ എപ്സിലണിനെ മാത്രമല്ല, ഏത് പോയിൻറ്റിലെ കണ്ടിന്യൂറ്റിയാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്, ആ പോയിൻറ്റിനെയും കൂടി ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമുക്ക് ഡെൽറ്റ കിട്ടുന്നത്. സോ നമുക്ക് കണ്ടിന്യൂറ്റിയുടെ ഡെഫിനേഷനെ ഒരു സെറ്റിൽ മുഴുവനുള്ള കണ്ടിന്യൂറ്റിയുടെ ഡെഫിനേഷനെ നമുക്കൊന്ന് റീസ്റ്റേറ്റ് ചെയ്യാം. നേരത്തെ നമ്മൾ ഒരു പോയിന്റിലുള്ള കണ്ടിന്യൂറ്റി പറഞ്ഞു, ദെൻ എല്ലാ പോയിന്റിലും കണ്ടിന്യൂസ് ആണെങ്കിൽ ആ സെറ്റിൽ കണ്ടിന്യൂസ് ആണ് എന്ന് പറഞ്ഞു. നൗ ലെറ്റ് എ ബി എ സബ്സെറ്റ് ഓഫ് ആർ ആൻഡ് എഫ് ഈസ് എ ഫംഗ്ഷൻ ഫ്രം എ ടു ആർ. By the definition of continuity, the following statements are equivalent. അതായത് എഫ് ഇസ് കണ്ടിന്യൂസ് അറ്റ് എവറി പോയിൻറ്റ് യു എലമെൻറ്റ് ഓഫ് എ എന്ന് പറയുന്നതും വി സേ ദാറ്റ് എഫ് ഇസ് കണ്ടിന്യൂസ് അറ്റ് എവറി പോയിൻറ്റ് യു എലമെൻറ്റ് ഓഫ് എ ഇഫ് ആൻഡ് ഓൺലി ഇഫ്. അതാണ് രണ്ട് സ്റ്റേറ്റ്മെൻറ്റ്സ് ഈക്വാലൻ്റ് ആണ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. 1 ഇംപ്ലൈസ് ആൻഡ് ഇംപ്ലൈഡ് ബൈ 2 ഓർ 1ൻ്റെ ഈക്വാലൻ്റ് ആയിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റ് തന്നെയാണ് നമ്മൾ 2വിൽ പറയുന്നത്. സോ എഫ് ഈസ് കണ്ടിന്യൂസ് അറ്റ് എവറി പോയിൻറ്റ് യു എലമെൻറ്റ് ഓഫ് എ എന്ന് പറയുന്നതിന് ഈക്വാലൻ്റ് ആയിട്ട് അതിൻ്റെ ഡെഫിനിഷനായിട്ട് നമുക്ക് പറയാം, ഗിവൺ എപ്സിലൺ ഗ്രേറ്റർ ദാൻ 0 ആൻഡ് എ യു എലമെൻറ്റ് ഓഫ് എ, ദർ ഈസ് എ ഡെൽറ്റ വിച്ച് ഡിപ്പെൻഡ്സ് ഓൺ എപ്സിലൺ ആസ് വെൽ ആസ് യു. So there is a delta greater than 0 and this delta depends on epsilon as well as u such that
for all x in A which satisfy the property absolute value of x minus u less than delta of epsilon u, then absolute value of f of x minus f of u less than epsilon. ഇവിടെയും ഞാൻ പറഞ്ഞിരിക്കുന്നത് നേരത്തെ പറഞ്ഞ അതേ കാര്യം തന്നെയാണ്. the value of delta depends on epsilon as well as the point u. അപ്പോൾ എന്താണ് യൂണിഫോം കണ്ടിന്യൂറ്റി? യൂണിഫോം കണ്ടിന്യൂറ്റി എന്ന് പറഞ്ഞാൽ ഈ ഡെൽറ്റ നമുക്ക് എപ്സിലണിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റുമെങ്കിൽ, ഇഫ് ദർ എക്സിസ്റ്റ് സം ഡെൽറ്റ സാറ്റിസ്ഫൈയിങ് ദ ഡെഫിനിഷൻ ഓഫ് കണ്ടിന്യൂറ്റി which depends only on the value epsilon, it does not depends on the point. അങ്ങനെ നമുക്കൊരു ഡെൽറ്റ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ we will say that that function is uniformly continuous. So let A subset of R and let f from A to R, we say that f is uniformly continuous on A if for each epsilon greater than 0 there exists a delta epsilon greater than 0. Delta depends only on epsilon, such that if x and u are two elements of A are any numbers satisfying mod x minus u less than delta epsilon, then mod f of x minus f of u will be less than epsilon. Whenever mod x minus u less than delta epsilon, mod f of x minus f of u less than epsilon. ഇങ്ങനെ നമുക്കൊരു ഡെൽറ്റ കണ്ടുപിടിക്കാൻ പറ്റിയാൽ നമ്മൾ പറയും ആ ഫംഗ്ഷൻ യൂണിഫോംലി കണ്ടിന്യൂസ് ആണ്. ഓക്കെ, സോ എല്ലാ പോയിന്റിലും കണ്ടിന്യൂറ്റിയുടെ ഡെഫിനിഷനെ സാറ്റിസ്ഫൈ ചെയ്യത്തക്ക രീതിയിൽ ഒരു എപ്സിലണിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു സിംഗിൾ ഡെൽറ്റ ചൂസ് ചെയ്യാൻ പറ്റുമെങ്കിൽ then that function is uniformly continuous. അപ്പോൾ നമുക്കിവിടെ കണ്ടിന്യൂറ്റിയും യൂണിഫോം കണ്ടിന്യൂറ്റിയും തമ്മിൽ എന്താണ് റിലേഷൻ? നമ്മൾ യൂണിഫോം കണ്ടിന്യൂറ്റിയുടെ ഡെഫിനിഷനിൽ തന്നെ പറഞ്ഞു കഴിഞ്ഞു. ഏത് point take any x and u from A which satisfies the property mod x minus u less than delta, then mod f of x minus f of u should be less than epsilon. അങ്ങനെ നമുക്കൊരു എപ്സിലണിന് കറസ്പോണ്ടിങ് ആയിട്ടൊരു ഡെൽറ്റ എക്സിസ്റ്റ് ചെയ്യണം എന്നാണ് അവിടെ പറയുന്നത്. ഓക്കെ, അപ്പോൾ അവിടെ യുവിനെ ഡിപ്പെൻഡ് ചെയ്തില്ലെങ്കിലും എപ്സിലണിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്കൊരു ഡെൽറ്റ കിട്ടുന്നുണ്ട് സാറ്റിസ്ഫൈങ് ദ ഡെഫിനിഷൻ ഓഫ് continuity. So we can say that if f is uniformly continuous on A, then it is continuous at every point of A. യൂണിഫോം കണ്ടിന്യൂറ്റി ഒരിക്കലും ഒരു പോയിന്റിൽ പറയില്ല. യൂണിഫോം കണ്ടിന്യൂറ്റി വിൽ ബി ഡിഫൈൻഡ് ഓൺ എ സെറ്റ്. ഫംഗ്ഷൻ യൂണിഫോംലി കണ്ടിന്യൂസ് ഓൺ എ സെറ്റ് എന്നേ നമ്മൾ പറയുള്ളൂ. ഒരു സിംഗിൾ പോയിന്റിൽ യൂണിഫോം കണ്ടിന്യൂറ്റി പറയില്ല. പക്ഷേ കണ്ടിന്യൂറ്റി നമുക്കൊരു സിംഗിൾ പോയിന്റിലും പറയാൻ പറ്റും. Okay, so whenever f is uniformly continuous on A, it is continuous at every point of A. പക്ഷെ തിരിച്ച് നമുക്ക് പറയാൻ പറ്റില്ല. എന്ന് പറയുന്നതിന് കാരണം, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ g of x equal to 1/x എന്ന് പറയുന്ന ഫംഗ്ഷൻ, നമ്മൾ ആ ഗ്രാഫിൽ കണ്ട ഫംഗ്ഷൻ, വെൻ x is in ഓപ്പൺ ഇൻ്റർവൽ 0 ഇൻഫിനിറ്റി, ഈ ഫംഗ്ഷൻ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ടുള്ളൊരു ഫംഗ്ഷനാണ്. ബട്ട് ഇറ്റ് ഈസ് നോട്ട് യൂണിഫോംലി കണ്ടിന്യൂസ്. Okay, it is a continuous function but it is not a uniformly continuous function. So നമുക്ക് പറയാം കണ്ടിന്യൂസ് ആണെങ്കിൽ യൂണിഫോംലി കണ്ടിന്യൂസ് ആവണമെന്ന് നിർബന്ധമില്ല. പക്ഷേ യൂണിഫോംലി കണ്ടിന്യൂസ് ആണെങ്കിൽ എപ്പോഴും അത് കണ്ടിന്യൂസ് ആയിരിക്കും. അപ്പോൾ ഞാനിപ്പോൾ വെറുതെ പറഞ്ഞിട്ടേ ഉള്ളൂ ജി എന്ന് പറയുന്ന ഫംഗ്ഷൻ കണ്ടിന്യൂസ് ഓൺ 0 ഇൻഫിനിറ്റി എന്നുള്ളത് നമുക്കറിയാം. ബിക്കോസ് ദിസ് ഈസ് എ റാഷണൽ ഫംഗ്ഷൻ. സോ ഡിനോമിനേറ്റർ 0 ആവുന്ന പോയിന്റിൽ മാത്രമേ ഇത് ഡിസ്കണ്ടിന്യൂസ് ആവുള്ളൂ. ഡിനോമിനേറ്റർ 0 ആവുക എക്സ് ഈക്വൽ ടു 0 ആകുമ്പോഴാണ്. സോ 0യിൽ ഒഴിച്ച് ബാക്കി എല്ലായിടത്തും ഈ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്. പക്ഷെ ഞാനിവിടെ വെറുതെ പറയുകയാണ് ഇറ്റ് ഈസ് നോട്ട് യൂണിഫോംലി കണ്ടിന്യൂസ് ഓൺ 0 ഇൻഫിനിറ്റി. സോ ഹൗ ക്യാൻ വി പ്രൂവ് ദാറ്റ് ദിസ് ഫംഗ്ഷൻ, നമ്മൾ ഫിഗറിൽ കണ്ടു രണ്ട് സ്ഥലത്ത് 2 പോയിന്റിൽ നമ്മൾ എപ്സിലൺ നെയ്ബർഹുഡ് എടുത്തപ്പോൾ കറസ്പോണ്ടിങ് ആയിട്ട് കിട്ടിയ ഡെൽറ്റ നെയ്ബർഹുഡുകളും ചെക്ക് ചെയ്തപ്പോൾ നമുക്ക് കണ്ടു നമുക്ക് ഡെൽറ്റ നെയ്ബർഹുഡുകളുടെ ഡെൽറ്റ വാല്യൂസ് വാരി ചെയ്യുന്നുണ്ട് എന്ന് നമ്മൾ പിക്ചറിൽ കണ്ടു. പക്ഷെ നമുക്കത് അനലിറ്റിക്കായിട്ട് എങ്ങനെ പ്രൂവ് ചെയ്യാൻ പറ്റും? അതിന് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നൊരു റിസൾട്ടാണ് നോൺ യൂണിഫോം കണ്ടിന്യൂറ്റി ക്രൈറ്റീരിയ. ഈ നോൺ യൂണിഫോം കണ്ടിന്യൂറ്റി ക്രൈറ്റീരിയ എന്താണ് പറയുന്നതെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് simply negation of the definition of uniform continuity. നെഗേഷൻ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം,
നമ്മൾ മാത്തമാറ്റിക്കൽ അനാലിസിസിൽ മാത്തമാറ്റിക്കൽ ലോജിക്കിൽ പഠിച്ചിട്ടുള്ളതാണ് വാട്ട് ഇസ് മെൻ ബൈ നെഗേഷൻ ഓഫ് എ സ്റ്റേറ്റ്മെൻറ്റ് എന്നുള്ളത്. സോ ഇവിടെ നമുക്ക് നോക്കാം എന്താണ് സ്റ്റേറ്റ്മെൻറ്റ് എന്നുള്ളത്. ലെറ്റ് എ സബ്സെറ്റ് ഓഫ് ആർ എഫ് ഫ്രം എ ടു ആർ, ദെൻ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ ഈക്വലൻറ്റ്. നമ്മൾ 3 സ്റ്റേറ്റ്മെൻറ്റ്സ് ഈക്വലൻ്റ് ആണ് എന്നാണ് പറയാൻ പോകുന്നത്. ദ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഇസ് ദാറ്റ് എഫ് ഇസ് നോട്ട് യൂണിഫോംലി കണ്ടിന്യൂസ് ഓൺ എ. The second one is there exists an epsilon naught greater than 0 such that for every delta greater than 0 there are points x delta and u delta in capital A such that absolute value of x delta minus u delta is less than delta, but their images are at least at a distance epsilon naught. So absolute value of f of x delta minus f of u delta is greater than or equal to epsilon naught. And the third statement says that there exists an epsilon naught greater than 0 and 2 sequences, sequence xn and sequence un in A, such that limit of xn minus un is equal to 0, but limit of f of xn minus f of un is greater than or equal to epsilon naught for every n element of natural numbers. ഇതാണ് നോൺ യൂണിഫോം കണ്ടിന്യൂറ്റി ക്രൈറ്റീരിയ. സോ നമുക്കത് ഒന്ന് ഒരു ഔട്ട്ലൈൻ ഓഫ് ദ പ്രൂഫ് നമുക്ക് നോക്കാം. എപ്പോഴാണ് എഫ് യൂണിഫോംലി കണ്ടിന്യൂസ് ഓൺ എ എന്ന് പറയുക? സോ ദ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്, ഫസ്റ്റിൽ നമ്മൾ പറയുന്നത് എഫ് ഇസ് നോട്ട് യൂണിഫോംലി കണ്ടിന്യൂസ് ഓൺ എ എന്നാണ്. സോ യൂണിഫോംലി കണ്ടിന്യൂസ് ഓൺ എ എന്ന് നമുക്ക് പറയണം എന്നുണ്ടെങ്കിൽ ഇത് യൂണിഫോംലി കണ്ടിന്യൂസ് അല്ല എന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഫോർ എനി എപ്സിലൺ ഗ്രേറ്റർ ദാൻ 0 there exists a delta epsilon greater than 0 such that whenever mod x minus u less than delta we have mod f of x minus f of u less than epsilon. എക്സും യുവും ആരായാലും പ്രശ്നമല്ല, അവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് ഡെൽറ്റയേക്കാൾ കുറവാണെങ്കിൽ ഇമേജസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് ലെസ് ദാൻ എപ്സിലൺ ആയിരിക്കും എന്നാണ് പറയുന്നത്. ഇതിൻ്റെ നെഗേഷനാണ് നമുക്ക് എടുക്കേണ്ടത്. കാരണം ഞാനിപ്പോൾ എഴുതിയിരിക്കുന്നത് യൂണിഫോംലി കണ്ടിന്യൂസ് ആവാനുള്ള കണ്ടീഷനാണ്. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റിൽ നമ്മൾ എടുത്തിരിക്കുന്നത് എഫ് ഇസ് നോട്ട് യൂണിഫോംലി കണ്ടിന്യൂസ് എന്നാണ്. സോ എല്ലാ എപ്സിലണിനും ഇനി പറയുന്ന കാര്യം ശരിയാവണം. അതിൻ്റെ നെഗേഷൻ എടുക്കുമ്പോൾ ഏതെങ്കിലും ഒരു എപ്സിലണിന് ഈ പറഞ്ഞ ഞാൻ അണ്ടർലൈൻ ചെയ്തിരിക്കുന്ന ഭാഗം തെറ്റിയാൽ മതി. സോ ദർ എക്സിസ്റ്റ് സം epsilon naught greater than 0 for which നമ്മൾ ആ അണ്ടർലൈൻ ചെയ്തിരിക്കുന്ന ഭാഗം തെറ്റുന്ന രീതിയിൽ ഒരു എപ്സിലൺ നോട്ട് കിട്ടിയാൽ മതി. സോ ഇനി നെഗേഷൻ ഓഫ് ഈ അണ്ടർലൈൻഡ് പോർഷൻ എന്താണെന്ന് നോക്കാം. ദർ എക്സിസ്റ്റ് ഡെൽറ്റ എപ്സിലൺ ഗ്രേറ്റർ ദാൻ 0. ഒരാളുണ്ട്, അതിൻ്റെ നെഗേഷൻ എടുക്കുമ്പോൾ ആരുമില്ല എന്ന് വരണം. സോ there exists some epsilon naught greater than 0 such that for all delta greater than 0 വീണ്ടും ഞാൻ അണ്ടർലൈൻ ചെയ്തിരിക്കുന്ന ഭാഗം തെറ്റാവണം. ഇനി ഞാൻ അണ്ടർലൈൻ ചെയ്തിരിക്കുന്ന ഭാഗം എന്താണ്? ഏത് എക്സും യുവും take any x and u from A whose distance such that their distance between their distance is less than delta. എക്സും യുവും നമ്മൾ എയിൽ നിന്ന് ആർബിട്രറി ആയിട്ട് ചൂസ് ചെയ്യണു. അവർ തമ്മിലുള്ള അകലം ഡെൽറ്റയേക്കാൾ ചെറുതായിരിക്കണം. പക്ഷേ ഇമേജുകൾ തമ്മിലുള്ള അകലം എപ്സിലണിനേക്കാൾ ചെറുതാകാൻ പാടില്ല. ഇവിടെ എപ്സിലണിന് പകരം എപ്സിലൺ നോട്ടിനേക്കാൾ ചെറുതാകാൻ പാടില്ല. അതായത് എപ്സിലൺ നോട്ടിനേക്കാൾ വലുതോ അല്ലെങ്കിൽ ഈക്വലോ ആവാം. ഓക്കെ, സോ ഏത് എക്സും യുവും എടുത്താലും ഈ അണ്ടർലൈൻ ചെയ്ത ഭാഗം ശരിയാണെങ്കിലാണ് നമ്മൾ യൂണിഫോംലി കണ്ടിന്യൂസ് ആണെന്ന് പറയുക. അപ്പോൾ ഒരു എക്സിനും ഒരു യുവിനും ഈ പറയുന്നത് തെറ്റിക്കഴിഞ്ഞാൽ നമുക്കിത് തെറ്റാണെന്ന് പറയാൻ പറ്റും. സോ ദർ എക്സിസ്റ്റ് സം എക്സ് ആൻഡ് യു, അതിനെയാണ് നമ്മൾ എക്സ് ഡെൽറ്റ യു ഡെൽറ്റ എന്ന് വിളിക്കുന്നത്. ബിക്കോസ് ആ എക്സും യുവും ഡെൽറ്റയ്ക്ക് അനുസരിച്ച് മാറാം. സച്ച് ദാറ്റ് ഇവർ തമ്മിലുള്ള അകലം എക്സും യുവും തമ്മിലുള്ള അകലം ലെസ് ദാൻ ഡെൽറ്റയാണ്. പക്ഷേ അവരുടെ ഇമേജുകൾ തമ്മിലുള്ള അകലം എഫ് ഓഫ് എക്സ് ഡെൽറ്റ ആൻഡ് എഫ് ഓഫ് യു ഡെൽറ്റ എന്ന് പറയുന്നത് ലെസ് ദാൻ എപ്സിലൺ നോട്ട് അല്ല, അതായത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എപ്സിലൺ നോട്ട് ആണ്. സോ വി ഹാവ് സിംപ്ലി ടേക്കൺ ദ നെഗേഷൻ ഓഫ് ഡെഫിനിഷൻ ഫോർ
uniform continuity, then we will get statement 2. എഫ് യൂണിഫോംലി കണ്ടിന്യൂസ് ആവാനുള്ള കണ്ടീഷൻ്റെ നേരെ നെഗേഷൻ എടുത്തപ്പോൾ നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് 2 കിട്ടി. ഇനി അടുത്തതായിട്ട് നമുക്ക് 2 ഇന്ന് 3യിലേക്ക് പോകണമെന്ന് കരുതുക. അപ്പോൾ 1 ഇംപ്ലൈസ് 2ഉമാണ്, അതുപോലെ തന്നെ 2 ഇംപ്ലൈസ് 1ഉമാണ്. ബിക്കോസ് 2 പ്രകാരം എഫ് യൂണിഫോംലി കണ്ടിന്യൂസ് അല്ല. യൂണിഫോം കണ്ടിന്യൂറ്റിയുടെ ഡെഫിനിഷൻ ഇവിടെ സാറ്റിസ്ഫൈ ചെയ്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് യൂണിഫോംലി കണ്ടിന്യൂസ് അല്ല. അടുത്തതായിട്ട് നമ്മൾ ചെയ്യുന്നത് there is an epsilon naught greater than 0. Okay, give delta the value 1. Suppose delta is 1, then we will get some x1 and u1 in A such that absolute value of x1 minus u1 is less than 1, but their images absolute value of f of x1 minus f of u1 is greater than or equal to epsilon naught. അടുത്തതായിട്ട് ഞാൻ ഡെൽറ്റയ്ക്ക് 1/2 എന്നുള്ള വാല്യൂ കൊടുക്കണു. സോ ദാറ്റ് ഐ വിൽ ഗെറ്റ് ദർ ഇസ് സം x1/2 u1/2. x1/2 u1/2 എന്ന് എഴുതാനുള്ള സൗകര്യത്തിന് ഞാനതിനെ x2 u2 എന്ന് എഴുതുകയാണ്. x1/2 u1/2 എന്ന് എഴുതുന്നതിന് പകരം എഴുതാനുള്ള സൗകര്യത്തിന് ഞാനതിനെ x2 u2 എന്ന് എഴുതുന്നു. So there exists some x2 and u2 in A such that absolute value of x2 minus u2 is less than 1/2, but absolute value of f of x2 minus f of u2 is greater than or equal to 1/2. വീണ്ടും നമ്മൾ ഡെൽറ്റയ്ക്ക് 1/3 എന്നുള്ള വാല്യൂ കൊടുക്കണു. then we will get x3 and u3. then അങ്ങനെ ഇൻ ജനറൽ ഇഫ് ഐ ഗിവ് ദ വാല്യൂ ഡെൽറ്റ ഈക്വൽ ടു 1/n എന്ന് ഞാൻ കൊടുത്തു കഴിഞ്ഞാൽ ഐ വിൽ ഗെറ്റ് xn ആൻഡ് un ഇൻ A such that absolute value of xn minus un is less than 1/n, but absolute value of f of xn minus f of un is greater than or equal to epsilon naught. Now absolute value ആവുമ്പോൾ എന്തായാലും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണ്. നൗ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡ് xn മൈനസ് un ലെസ് ദാൻ ഓർ ഈക്വൽ ടു അല്ലെങ്കിൽ സ്ട്രിക്ട്ലി ലെസ് ദാൻ 1/n എന്നുള്ളതിൽ സ്ക്യൂസ് തിയറം അപ്ലൈ ചെയ്താൽ നമുക്ക് കാണാം ആസ് n ടെൻസ് ടു ഇൻഫിനിറ്റി xn മൈനസ് un വിൽ ഗോ ടു 0. സോ ലിമിറ്റ് ഓഫ് xn മൈനസ് un ഈക്വൽ ടു 0, ബട്ട് absolute value of f of xn minus f of un is always greater than or equal to epsilon naught. So we will get 3. Okay, so 1 implies 2, 2 implies 1, then 2 implies 3, then 3 implies 1, because 3 according to 3 we can say that the function f is not uniformly continuous. So all these statements are equivalent. So ഇപ്പോൾ നമ്മുടെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തൊട്ട് മുമ്പ് നമ്മളൊരു ഫംഗ്ഷൻ യൂണിഫോംലി കണ്ടിന്യൂസ് അല്ല എന്ന് വെറുതെ പറഞ്ഞു നിർത്തി. We can use this criteria to prove that function is not uniformly continuous. അതിൽ തന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്ന സ്റ്റേറ്റ്മെൻ്റ് ആണ് ഈ തേർഡ് വൺ, ബിക്കോസ് സീക്വൻസസുമായിട്ട് നമുക്ക് കുറച്ചും കൂടി പരിചയമുണ്ട്. സോ ഇനി ഞാൻ ചെയ്യാൻ പോണത് ഇതാണ്. g of x equal to 1/x where x element of open interval 0 infinity is not uniformly continuous on its domain. ഇതാണ് ഞാൻ പ്രൂവ് ചെയ്യാൻ പോകുന്നത്. സോ ഇതിന് ഞാൻ യൂണിഫോം കണ്ടിന്യൂറ്റിയുടെ ഡെഫിനിഷനിലേക്കൊന്നും പോകാൻ പോകുന്നില്ല. ഐ എം യൂസിങ് നോൺ യൂണിഫോം കണ്ടിന്യൂറ്റി ക്രൈറ്റീരിയ. സോ ഐ എം ടേക്കിംഗ് epsilon not equal to 1 and let xn equal to 1/n, un equal to 1/n plus 1. അപ്പോൾ എന്തായാലും 1/nകളെല്ലാം 0 ഇൻഫിനിറ്റിയിലുണ്ട്, un 1/n plus 1കളും 0 ഇൻഫിനിറ്റിയിലുണ്ട്. സോ ദീസ് ആർ 2 സീക്വൻസസ് ഇൻ ഓപ്പൺ ഇൻറ്റർവൽ 0 ഇൻഫിനിറ്റി. ആൻഡ് ലിമിറ്റ് ഓഫ് xn മൈനസ് un ഇസ് ലിമിറ്റ് ഓഫ് 1/n മൈനസ് 1/n പ്ലസ് 1. 1/nൻ്റെ ലിമിറ്റും 0 ആണ്, 1/n പ്ലസ് 1ൻ്റെ ലിമിറ്റും 0 ആണ്. സോ ലിമിറ്റ് ഓഫ് 1/n മൈനസ് 1/n പ്ലസ് 1 ഇസ് 0. ബട്ട് absolute value of f of xn minus f of un, f എന്ന് പറയുന്ന, സോറി, it is not f, it is g, it's a typing error.
ജി ഓഫ് എക്സ് എൻ മൈനസ് ജി ഓഫ് യു എൻ. ജി എന്ന് പറയുന്ന ഫംഗ്ഷൻ എന്താണ് ചെയ്യുന്നത്? അതിന് ആരെയാണോ ഇൻപുട്ടായിട്ട് കൊടുക്കുന്നത് അതിൻ്റെ റെസിപ്രോക്കലാണ് നമുക്ക് തിരിച്ചു തരിക. സോ ആദ്യം നമ്മൾ എക്സ് എൻ കൊടുത്തു. എക്സ് എൻ എന്ന് പറഞ്ഞാൽ 1/n ആണ്. സോ ഇറ്റ് വിൽ ഗീവ് ബാക്ക് the reciprocal of 1/n, it is n. Now g of un, g of un is g of 1/n plus 1. അപ്പോൾ നമുക്ക് 1/n plus 1ൻ്റെ റെസിപ്രോക്കൽ ആണ് തിരിച്ചു തരിക. ഇറ്റ് ഇസ് n plus 1. So absolute value of n minus n plus 1 is equal to 1. Okay, and so this is greater than or equal to epsilon naught. ഇനി epsilon naught-ൻ്റെ വാല്യൂ 1 തന്നെ എടുക്കണം എന്നില്ല. യു ക്യാൻ ടേക്ക് ഇറ്റ് ഗ്രേറ്റർ ദാൻ 1. അതായത് 2ഓ 3ഓ ഒക്കെ എടുക്കാം. സോറി, എപ്സിലോൺ നോട്ടിൻ്റെ വാല്യൂ 2ഓ 3ഓ എന്നല്ല. എപ്സിലോൺ നോട്ടിൻ്റെ വാല്യൂ നമുക്ക് എത്ര വേണമെങ്കിലും ചെറുതാക്കി എടുക്കാം. 1ന് പകരം 1നേക്കാളും ചെറിയ വാല്യൂസ് എടുത്താലും മതി. 1/2ഓ 1/3ഓ ഒക്കെ എടുക്കാം. അപ്പോഴും നമുക്ക് ഈ ഡിഫറൻസ് ഈക്വൽ ടു 1 ആയതുകൊണ്ട് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എപ്സിലോൺ നോട്ട് എന്ന് നമുക്കിവിടെ കിട്ടും. സോ ബൈ നോൺ യൂണിഫോം കണ്ടിന്യൂറ്റി ക്രൈറ്റീരിയ വി ക്യാൻ സേ ദാറ്റ് G is not uniformly continuous on closed open interval 0 infinity. ഇനി ഓപ്പൺ ഇൻ്റർവൽ 0 ഇൻഫിനിറ്റിയിൽ മാത്രമല്ല, നമുക്ക് ഇതേ പ്രൂഫ് തന്നെ ഓപ്പൺ ഇൻ്റർവൽ 0-1 യൂണിഫോംലി കണ്ടിന്യൂസ് അല്ല എന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം. വിത്ത് ദ ചേഞ്ച് ടേക്ക് എക്സ് എൻ ആസ് 1/n plus 1 ആൻഡ് യു എൻ ആസ് 1/n plus 2. Because if I take xn equal to 1/n, it will not be in open interval 0-1 when n equal to 1. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനൊരു മോഡിഫിക്കേഷൻ വരുത്തിയിട്ട് ഇതേ പ്രൂഫ് തന്നെ നമുക്ക് ഓപ്പൺ ഇൻ്റർവൽ 0-1 1/x എന്ന് പറയുന്ന ഫംഗ്ഷൻ യൂണിഫോംലി കണ്ടിന്യൂസ് അല്ല എന്ന് കാണിക്കാനും ഉപയോഗിക്കാം. സോ അതൊന്ന് തനിയെ എഴുതി നോക്കുക.